empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പരിശുദ്ധ ബൈബിളിൽ നമുക്ക് പാഠമാകാനായി എഴുതപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതങ്ങളിലൂടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. പ്രശല്ല പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന രാഹാബിനെ കുറിച്ചായിരുന്നു. ജെറിക്കോ പട്ടണത്തിലെ ഒരു വേശ്യയായിരുന്നു രാഹാബ്. അവൾ എപ്രകാരമാണ് കർത്താവിന്റെ വംശാവലിയിൽ ഇടം നേടിയതെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഹെബ്രായ പുസ്തകത്തിൽ വിശ്വാസികളെ അണിനിരത്തുന്ന 11-ാം അധ്യായത്തിൽ ഒരു വിശ്വാസ വീരയായി അവൾ എപ്രകാരം ഉയർത്തപ്പെട്ടു എന്നും നമ്മൾ കണ്ടു. ജീവിതങ്ങളെ അടിമുടി മാറ്റിമറിക്കുന്ന നമ്മുടെ കർത്താവിനെയാണ് രാഹാബിലൂടെ നമ്മൾ കണ്ടുമുട്ടിയത്. നമ്മുടെ ജീവിതത്തെ, അതിന്റെ പാസ്റ്റിനെ റീഡിഫൈൻ ചെയ്യുന്ന നമ്മുടെ കർത്താവിനെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, രാഹാബിനെ പോലെ നാം ഓരോരുത്തരും നമ്മുടെ പാസ്റ്റിനെ പരിപൂർണമായും കർത്താവിനെ ഏൽപ്പിച്ച് അതിനെ പുതുക്കി പണിയാൻ കർത്താവിനെ അനുവദിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പുതുവർഷത്തിൽ നമ്മൾ കടന്നു വരികയുണ്ടായി. സങ്കീർത്തകനായ ദാവീദ് 21-ാം അധ്യായം 6-ാം തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. നമ്മുടെ പൂർവ്വ ചരിത്രം എന്ത് തന്നെ ആയാലും, എത്രമാത്രം പ്രശ്നങ്ങളുള്ള, പ്രതിസന്ധികളുള്ള, പിഴച്ചുപോയ, തെറ്റുകൾ സംഭവിച്ച ഒരു ചരിത്രം നമുക്കുണ്ടെങ്കിലും കർത്താവിനെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, കർത്താവിന് അതിന്റെ കർത്തൃത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സങ്കീർത്തകനായ ദാവീദ് പറയുന്നത് പോലെ അവിടുന്ന് അവനെ അല്ലെങ്കിൽ അവളെ അനുഗ്രഹപൂർണയാക്കുകയാണ്, തന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കുകയാണ്. തുടർന്നുള്ള ജീവിതം പുതിയൊരു ജീവിതമായി മാറുകയാണ്. കർത്താവിനോട് ചേർന്നുള്ള, കർത്താവിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു പുതിയ ജീവിതം. ഈ ഒരു കൃപയ്ക്കായി സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മ നിറവുണ്ടാകുവാനായി, കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുവാൻ ഹൃദയ തുറവിയുള്ളവരാകുവാനായി, ആ ഒരു അഭിഷേകത്തിനായി നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ വചനം ധ്യാനിക്കുമ്പോൾ, അങ്ങയുടെ ഒപ്പമായിരിക്കുമ്പോൾ കർത്താവേ, എപ്പോഴും സന്തോഷത്തോടെ ആനന്ദത്തോടെ ആയിരിക്കുവാൻ കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കാളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കാളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഞങ്ങളെ പണിയണമേ ഈശോയെ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ കയ്യിലെ കളിമണ്ണായി, കുശവന്റെ കയ്യിലെ കളിമണ്ണായി ഞങ്ങളെ മാറ്റണമേ. അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളെ പണിയണമേ.
അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ വചനത്തിൽ ആനന്ദം കണ്ടെത്തുന്നവരായി ഞങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പകരണമേ. അങ്ങയുടെ വചനം നൽകുന്ന ആനന്ദം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, മാതാവേ, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷത്തിൽ ജീവിച്ച് കാണിച്ചു തന്ന ആനന്ദമുള്ള ഒരു ജീവിതത്തിന് ഉടമയായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയുവാൻ അമ്മേ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, തിരുവചനത്തിൽ ആനന്ദം കണ്ടെത്തുന്ന കുടുംബങ്ങളായി ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ മാറുവാൻ യൗസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ രാഹാബിനെ കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. നമ്മൾ കണ്ടു, ജോഷുവ തന്റെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് 2 പേരെ രഹസ്യ നിരീക്ഷണത്തിനായി ജെറീക്കോയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവർ ചെന്ന് കയറുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവിടെ ജെറീക്കോയിൽ അഭയം കൊടുക്കുന്നത് വേശ്യ എന്ന് പരിശുദ്ധ വചനം നമ്മെ പരിചയപ്പെടുത്തുന്ന റാഹാബാണ്. എന്നാൽ അവളുടെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി, കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ജനത്തിനു വേണ്ടി അവൾ എടുത്ത നിലപാടുകളെ പ്രതി അവളുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ്. നമ്മുടെ കർത്താവിന്റെ വംശാവലിയിൽ ഇടം നേടുന്നവളായി റാഹാബ് മാറുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, റാഹാബിന്റെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നമുക്കിന്ന് കടന്നു ചെല്ലാം. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം, അവിടെ 8-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കിടക്കാൻ പോകുന്നതിന് മുൻപ് റാഹാബ് അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു. ആ ഇസ്രായേലിൽ നിന്ന് വന്ന രഹസ്യ നിരീക്ഷണത്തിന് വന്ന 2 പേരുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്. അവർ അവിടെ എത്തി, രാത്രിയായി അവർ വിശ്രമിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ റാഹാബ് അവരുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്. നമുക്ക് 10-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ജോർദാൻ അക്കരെ സീഹോൻ ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. റാഹാബ് അവരുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹനീയ കൃത്യങ്ങൾ, അത്ഭുതകരമായ കൃത്യങ്ങളെല്ലാം അവർ കേട്ടിട്ടുണ്ട്. ചെങ്കടൽ വിഭജിച്ചതും ഇസ്രായേലിന് വേണ്ടി അവരുടെ ശത്രുക്കളെ പരാജിതരാക്കിയതും എല്ലാം ജെറീക്കോ നിവാസികൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. തുടർന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ റാഹാബ് ഏറ്റു പറയുന്ന ഒരു കാര്യമുണ്ട്. അതിലേക്കാണ് ഇന്ന് നമ്മൾ ശ്രദ്ധ ആകർഷിക്കുന്നത്. 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് റാഹാബ് അവരോട് ഏറ്റു പറയുകയാണ്, മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം. വിജാതിയായ ഇസ്രായേലിന്റെ ദൈവവുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന റാഹാബ്, ജെറീക്കോ നിവാസിയായ റാഹാബ് പറയുകയാണ്, നിങ്ങളുടെ ദൈവമാണ് സത്യദൈവം, ഏക ദൈവം എന്ന് റാഹാബ് ആ ഇസ്രായേൽ ചാരന്മാരോട് ഏറ്റു പറയുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കർത്താവിനെ കുറിച്ച് റാഹാബ് എങ്ങനെ അറിഞ്ഞത്? അവൾ പലരും പറയുന്ന കാര്യങ്ങൾ അവൾ കേട്ടിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആ ഒരു ശക്തിയെ കുറിച്ച്, ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിനു വേണ്ടി ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങളെ കുറിച്ച് റാഹാബ് കേട്ടിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ കർത്താവിനെ പറ്റി, കർത്താവിന്റെ ആഹ്വാനങ്ങളെ പറ്റി, കർത്താവ് നമുക്ക് നൽകിയ കൽപ്പനകളെ പറ്റി, ദൈവവചനത്തെ പറ്റിയൊക്കെ എത്ര
എത്രമാത്രം കേട്ടിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അവിടെ 10-ാം അധ്യായം 17-ാം തിരുവാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ അത് വിശ്വാസത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ഇത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ റാഹാബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അവൾ കർത്താവിനെ പറ്റി കേട്ടപ്പോൾ, കർത്താവ് പ്രവർത്തിച്ച കാര്യങ്ങളെ പറ്റി കേട്ടപ്പോൾ അവളിൽ അത് വിശ്വാസമായി മാറുകയായിരുന്നു. വിശ്വാസം കേൾവിയിൽ നിന്ന് ഉടലെടുക്കുകയായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ കർത്താവ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ റാഹാബ് മാത്രമല്ല കർത്താവിനെ പറ്റി അല്ലെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തികളെ പറ്റി കേട്ടത്. നമ്മൾ വായിച്ച ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ജോർദാൻ അക്കരെ സീഹോൻ ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. റാഹാബ് എന്താ ഇവിടെ പറയുന്നത്? റാഹാബ് മാത്രമാണോ അത് കേട്ടത്? ജെറീക്കോ നിവാസികൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ എന്താ സംഭവിച്ചേ? കർത്താവിലേക്ക് തിരിഞ്ഞത്, കർത്താവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടത് റാഹാബ് മാത്രമായിരുന്നു. വിശ്വാസം കേൾവിയിൽ നിന്ന് സംഭവിച്ചത് ആരിലായിരുന്നു? റാഹാബിലായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ കർത്താവ് വിതക്കാരന്റെ ഉപമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിതക്കാരന്റെ ഉപമയെ കുറിച്ച്. അവിടെ വചനമാകുന്ന വിത്ത് പലയിടങ്ങളിൽ വിതയ്ക്കപ്പെടുന്നുണ്ട്. വഴിയരികിൽ വിത്ത് വീഴുന്നുണ്ട്, പാറമേൽ വീഴുന്നുണ്ട്, മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നുണ്ട്, നല്ല നിലത്തും വീഴുന്നുണ്ട്. പരിശുദ്ധ വചനത്തിൽ കർത്താവ് ആ ഉപമയെ പറ്റി കൃത്യമായി നമുക്ക് വ്യാഖ്യാനിച്ചും തരുന്നുണ്ട്. വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പലവിധ റിയാക്ഷൻസ് ആണ്, അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആണ് ആ ഒരു ഉപമയിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് കൃത്യമായി വചനം കേൾക്കുമ്പോൾ ഓരോരുത്തരിലും സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് കൃത്യമായി അറിയുന്ന കാര്യങ്ങളാണ് അതെല്ലാം. നമ്മൾ ഒത്തിരിയേറെ കേട്ടിട്ടുള്ള, ഒത്തിരിയേറെ പ്രബോധനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ് വിതക്കാരന്റെ ഉപമയിൽ നിന്ന്. അതിൽ നമ്മൾ ഏത് കാറ്റഗറിയിലാണെന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ റാഹാബ് ഇതിൽ ഏത് കാറ്റഗറി ആയിരുന്നു? നമുക്കറിയാം. അതിന്റെ അവസാന ഭാഗം 13-ാം അധ്യായം 23-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്തു വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ്. കേൾവിയിൽ നിന്ന് വിശ്വാസം വരികയാണ്. ആ വചനം കേട്ട് അത് ഗ്രഹിച്ച് തന്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നവരാണ് ഈ 100 മേനിയും 60 മേനിയും 30 മേനിയൊക്കെ ഫലം നൽകുന്നവര്. ഇവിടെ റാഹാബ് വചനം കേട്ടപ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ പ്രവർത്തികളെ കുറിച്ച് കേട്ടപ്പോൾ അവളുടെ ജീവിതം പരിപൂർണമായും രൂപാന്തരപ്പെടുകയായിരുന്നു. പിന്നീട് അവൾ പഴയ ഒരു റാഹാബ് ആയിരുന്നില്ല. തന്റെ പൂർവ്വകാലത്തെ പരിപൂർണമായും അവൾ മാറ്റിവെക്കുകയാണ്. കർത്താവിനു വേണ്ടി നിലപാടുകൾ എടുക്കാൻ, വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ അവൾ തയ്യാറാവുകയാണ്. എന്റെ സഹോദരരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. റാഹാബ് ഈ 2 ചാരന്മാർക്ക് അവിടെ അഭയം കൊടുക്കുമ്പോൾ എത്രമാത്രം വലിയൊരു വെല്ലുവിളി അവൾ ഏറ്റെടുക്കുന്നത്. ജെറീക്കോയുടെ ശത്രുക്കളാണ് ഇസ്രായേൽക്കാർ, ജെറീക്കോയെ കീഴടക്കാനായി വന്നവർ. അതിൽ നിന്ന് ചാരന്മാരെ ജെറീക്കോയിലേക്ക് സ്വീകരിക്കുമ്പോൾ റാഹാബ് അവിടെ കണ്ണുമടച്ച് കർത്താവിൽ ആശ്രയിക്കുന്നതായിട്ട് തന്നെ വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. റാഹാബ് താൻ കേട്ടതിൽ വിശ്വസിച്ച് തന്റെ കേൾവിയിൽ നിന്ന് അവൾ വിശ്വാസം പുറപ്പെടുവിക്കുകയാണ്. നമുക്ക് തിരിച്ച് ജോഷുവയുടെ പുസ്തകത്തിലേക്ക് തന്നെ വരാം. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം അവിടെ 9-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം
റാഹാബിന്റെ ആ ഒരു വിശ്വാസത്തെ കുറിച്ച് കർത്താവ് അവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നു ഞാൻ അറിയുന്നു. നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് തങ്ങൾ രക്ഷപ്പെടാനായിട്ട് അവിടെ എല്ലാവരും വ്യഗ്രചിത്തരായി എങ്ങനെ ഇസ്രായേൽക്കാരെ തോൽപ്പിക്കാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ തടയാം എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ അവരിൽ ഒരുവളായിരുന്ന റാഹാബ് കർത്താവിന്റെ പ്രവർത്തികളെ കുറിച്ച് കേട്ടപ്പോൾ അവളിൽ എന്താ സംഭവിച്ചത്? കർത്താവ് ആണ് സത്യദൈവം എന്നവൾ ഏറ്റു പറയുകയാണ്. താൻ ജനിച്ചപ്പോൾ മുതൽ അന്ന് വരെയും താൻ തുടർന്നു പോന്ന വിശ്വാസങ്ങളെ, അനുഷ്ഠാനങ്ങളെ എല്ലാം അവൾ നീക്കി വെക്കുകയാണ്. സത്യദൈവത്തിന്റെ വെളിച്ചം അവൾക്ക് ലഭിക്കുകയാണ്. അവൾ ഏറ്റു പറയുകയാണ്, ഈ ദേശം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ഇസ്രായേൽ ജനത്തിൽ വരെ ഇത്രയും ആഴമേറിയ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ കിട്ടിയവരാണ്. കർത്താവ് തന്റെ ഉള്ളം കയ്യിൽ കൊണ്ടുപോയവരാണ്. ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും നേർസാക്ഷികളായി കണ്ടവരാണ് ഇസ്രായേൽ ജനത മുഴുവൻ. എന്നിട്ടും അവരിൽ പലരും തങ്ങളുടെ വിശ്വാസത്തിൽ ഇളക്കം തട്ടിയവരായിരുന്നു. അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാത്തവരായിരുന്നു. നേതൃത്വത്തിന് നേരെ ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഉയർത്തുന്ന, പെറുപെറുക്കുന്ന ഒരു ജനമായി ഇസ്രായേലിനെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ജെറീക്കോയിൽ ജനിച്ചു വളർന്ന, ഇതേക്കുറിച്ചൊന്നും അറിയാത്ത, ഒന്നും നേരിൽ കാണാത്ത, കേൾക്കുക മാത്രം ചെയ്ത റാഹാബ് ഇസ്രായേലിന്റെ ദൈവമാണ് സത്യദൈവം എന്ന് വിളിച്ചു പറയുകയാണ്. എന്നാൽ ജെറീക്കോ നിവാസികൾ, റാഹാബിനെ പോലെ തന്നെ ഇതെല്ലാം കേട്ട ജെറീക്കോ നിവാസികൾക്ക് എന്താ സംഭവിച്ചതെന്നും പരിശുദ്ധ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിൽ 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ജെറീക്കോ നിവാസികളുടെ നിലപാട് എന്തായിരുന്നു എന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നാടു മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ഭീതി നിറഞ്ഞിരിക്കുന്നു. ജെറീക്കോ നിവാസികൾ മുഴുവൻ വലിയ ഭയത്തിലായിരുന്നു. അവർ വലിയ ഭീതിയിലായിരുന്നു. എന്തായിരുന്നു കാരണം? അവർ കർത്താവിന്റെ പ്രവർത്തികളെ കുറിച്ച് കേട്ടപ്പോൾ അവർക്ക് വിശ്വാസമല്ല ഉണ്ടായത്, അവർക്ക് ഭയമാണ് ഉണ്ടായത്. ഇതാണ് റാഹാബിനെ മറ്റ് ജെറീക്കോ നിവാസികളിൽ നിന്ന് വ്യത്യസ്തയാക്കിയത്. തുടർന്ന് 11-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തും കർത്താവ് ഇതേക്കുറിച്ച് തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ നിമിത്തം റാഹാബ് ചാരന്മാരോട്, ഇസ്രായേലിൽ നിന്ന് വന്ന രഹസ്യ നിരീക്ഷകരോട് പറയുകയാണ്, നിങ്ങൾ നിമിത്തം എല്ലാവരും ജെറീക്കോ മുഴുവനും നഷ്ടധൈര്യരായി തീർന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് ജെറീക്കോയിലുള്ളത്. ഭീതി നിറഞ്ഞ, ഭയം നിറഞ്ഞ, നഷ്ടധൈര്യരായ ആ ജനത്തിന്റെ ഇടയിൽ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, കർത്താവിനെ ഏക ദൈവമായി ഏറ്റുപറയുന്ന റാഹാബിനെയാ ഇന്ന് നാം ഓരോരുത്തർക്കും കർത്താവ് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മൾ എത്രയോ വചനങ്ങൾ കേട്ടവരാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ. അനുദിനം വചനം വായിക്കാൻ കർത്താവ് നമുക്ക് അവസരം നൽകുന്നു. കർത്താവിന്റെ സ്വരം തുടരെ കേൾക്കാനുള്ള എല്ലാ അവസരവും കർത്താവ് നമുക്ക് നൽകുന്നു. എന്നാൽ റാഹാബിനെ പോലെ വിശ്വാസം ഏറ്റു പറയാൻ, കർത്താവാണ് ഏക സത്യദൈവമെന്നും കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്നും ഏറ്റു പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമോ? ആ ഒരു വിളിയാ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നത്. വിശ്വാസത്തിലേക്ക് കടന്നു വന്ന റാഹാബ് അത് ഏറ്റുപറഞ്ഞ് അവിടെ നിൽക്കുകയല്ല ചെയ്തത്. അവൾ വലിയ വലിയ റിസ്കുകൾ ഏറ്റെടുക്കുകയായിരുന്നു. കർത്താവിന് വേണ്ടി, ഇസ്രായേൽ ജനത്തിനു വേണ്ടി ആ ചാരന്മാരെ അവർക്ക് അഭയം കൊടുത്ത്, അവർക്ക് വേണ്ടുന്നതായ എല്ലാ സഹായവും നൽകി, ഇസ്രായേൽ ജനത്തിന് ആവശ്യമായതെല്ലാം പകർന്നു കൊടുത്ത് അവരെ സേഫായി അവൾ തിരിച്ചയക്കുകയാണ്. ഇസ്രായേൽ ജനതയ്ക്ക് അന്നേരം ആ ഒരു സമയത്ത് ഏറ്റവും ആവശ്യമായിരുന്നതെല്ലാം അവൾ കൂട്ടിച്ചേർത്ത് കൊടുക്കുകയാണ്. ആ നഷ്ടധൈര്യരായ ജനത്തിന്റെ ഇടയിൽ ധൈര്യത്തോടു കൂടി കർത്താവിന് വേണ്ടി നിൽക്കുന്ന റാഹാബിനെയാ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇത്തരത്തിൽ വലിയ വിശ്വാസ പ്രവർത്തികൾ അവൾ ചെയ്തപ്പോൾ കർത്താവ് വെറുതെ അങ്ങ് പോയൊന്നുമില്ല. അവളെ ഇസ്രായേൽ ജനത്തിന്റെ ഒരു ഭാഗമാക്കി കർത്താവ് മാറ്റുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് കർത്താവിന്റെ വംശാവലിയിലെ ഒരാളായി പേരെടുത്ത് കർത്താവ് റാഹാബിനെ എഴുതി ചേർക്കുകയാണ്. ഹെബ്രായരുടെ പുസ്തകം 11-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം.
അവിടെ പുതിയ നിയമത്തിൽ പുതിയ നിയമ വിശ്വാസികൾക്ക് വിശ്വാസത്തിന്റെ ഒരു മാതൃകയായി റാഹാബിനെ കർത്താവ് നമുക്ക് നൽകുകയാണ്. തിരുവചനം പറയുകയാണ്, വേശ്യയായ റാഹാബ് വിശ്വാസം നിമിത്തം ചാരന്മാരെ സമാധാനത്തിൽ സ്വീകരിച്ചതുകൊണ്ട് അവൾ അവിശ്വാസികളോടൊപ്പം നശിച്ചില്ല. പരിശുദ്ധ വചനം റാഹാബിന്റെ വിശ്വാസത്തെ എടുത്തു പറയുകയാണ്. അവൾ ചാരന്മാരെ എന്തുകൊണ്ടാ സമാധാനത്തിൽ സ്വീകരിച്ചത്? അവളുടെ വിശ്വാസം നിമിത്തമാണെന്ന് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ കർത്താവ് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. വിശ്വാസം നിമിത്തം അത്രയും വലിയൊരു റിസ്ക് അവൾ ഏറ്റെടുത്തപ്പോൾ അവിശ്വാസികളോടൊപ്പം നശിച്ചു പോകാതെ വിശ്വാസികൾക്ക് വലിയൊരു മാതൃകയായി എക്കാലവും അവൾ മാറുകയായിരുന്നു. പരിശുദ്ധ ബൈബിളിൽ വിശ്വാസികളുടെ ഒരു പ്രചോദനമായി അവൾ മാറുകയായിരുന്നു. ധീരതയോടെ വെല്ലുവിളികളുടെ സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവൾ ഒരു പാഠമായി മാറുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, റാഹാബിലൂടെ ഇന്ന് കർത്താവ് നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. നമ്മൾ കേട്ട വചനങ്ങൾ അത് വിശ്വാസം ഉളവാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം അത് ഇപ്പോൾ എന്തവസ്ഥയിലാണ്? കർത്താവ് നമുക്ക് തന്ന പലവിധ കാര്യങ്ങളുണ്ട്. അതിൽ ഏതിലാണ് നമ്മളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്? അത് 100 മേനി ഫലം നൽകുന്നുണ്ടോ? 60 മേനി 30 മേനി ഫലം നൽകുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ചിന്തിക്കാനുള്ള സമയമാണ്. വേശ്യയായിരുന്ന വിജാതിയായിരുന്ന കർത്താവിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത റാഹാബ് കർത്താവിനെ കുറിച്ച് കേട്ടപ്പോൾ തന്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കുകയായിരുന്നു. പിന്നീട് എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാകുന്ന വിശ്വാസിയായി അവൾ മാറുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഇതുപോലെയുള്ള ജീവിതങ്ങളെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് അതൊരു പാഠമായി മാറാനാണ്. റാഹാബിൽ നിന്ന് ആ പാഠം നമുക്ക് ഉൾക്കൊള്ളാം. വിശ്വാസത്തിൽ മുന്നേറുവാനായി നമ്മൾ കേട്ട കാര്യങ്ങളിൽ നിന്ന് വിശ്വാസത്തിൽ പുതുജീവൻ പ്രാപിക്കാനായി നമുക്ക് സാധിക്കട്ടെ. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. ഒപ്പം ഇന്ന് കർത്താവ് നൽകിയ ഈ ആഹ്വാനത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാനായി നമുക്ക് ഒരുങ്ങാം. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മുന്നേറാനുള്ള ആ ഒരു കൃപയ്ക്കായി, വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. കർത്താവായ ഈശോയെ, റാഹാബിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെ ഓർത്ത്, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പ്രബോധനങ്ങളെ ഓർത്ത് കർത്താവെ നന്ദി പറയുകയാണ്. വേശ്യയായിരുന്ന വിജാതിയായിരുന്ന റാഹാബ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവളായി മാറി. കർത്താവിന് വേണ്ടി വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നവളായി മാറി. അവൾ ഇസ്രായേൽ ചാരന്മാർക്ക് അഭയം നൽകിക്കൊണ്ട് വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ അവൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു. കർത്താവെ, അങ്ങ് നൽകിയ ഈ ഒരു മുന്നറിയിപ്പിനെ, റാഹാബിലൂടെ കാണിച്ചു തന്ന ആ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാനുള്ള കൃപയ്ക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കേട്ട വചനങ്ങൾ, കേട്ട പ്രബോധനങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ഇടയാക്കട്ടെ എന്നപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഈശോയെ, ഹല്ലേലൂയ. ചിറകിൻ മറവിലാണു ഞാൻ, ഈശോയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. വിശ്വാസം വർദ്ധിപ്പിക്കണേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഈശോയെ. ചിറകിൻ മറവിലാണു ഞാൻ, ഹല്ലേലൂയ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കണമേ. ചിറകിൻ മറവിലാണു ഞാൻ. ഏറ്റുപറയുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ചിറകിൻ മറവിലാണു ഞാൻ. ഏറ്റുപറയുന്നു ഈശോയെ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, വിശ്വാസം വർദ്ധിപ്പിക്കണേ ഈശോയെ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ
വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈശോയേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വർദ്ധിപ്പിക്കണേ. വിശ്വാസം വർദ്ധിപ്പിക്കണേ ഈശോയേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ശിഷ്യന്മാര് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ കേട്ട കാര്യങ്ങൾ എല്ലാം വിശ്വാസത്തിന്റെ തലത്തിലേക്ക് ഉയർന്നു വരുവാൻ കർത്താവെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസം കേൾവിയിൽ നിന്ന് കർത്താവെ ആ വചനം ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ എന്നപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റാഹാബിന്റെ ജീവിതത്തിലൂടെ നമുക്ക് തുടർന്നും യാത്ര ചെയ്യാം. കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകളെ, ആഹ്വാനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്കും നമുക്ക് ഏറ്റെടുക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ടീം ഷെക്കേനയ്ക്ക് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും എല്ലാം അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി കർത്താവിന്റെ രാജ്യവേലയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.